Hi students, നമ്മൾ ഇന്നത്തെ ക്ലാസ് ഡിസ്കസ് ചെയ്യുന്ന അടുത്ത ടോപ്പിക് recurrent relation for central moments of the Poisson distribution. അതായത് Poisson distributionന്റെ central moments recurrent relations ഉപയോഗിച്ച് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്. ശരിക്കും നമ്മൾ recurrence relation ഉപയോഗിക്കുന്നത് central momentsനെ ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ടുള്ള ഒരു മെത്തേഡ് ആയിട്ടാണ് നമ്മൾ recurrent relation ഉപയോഗിക്കുന്നത്. Determination of the central moments either by the direct method or by using the moment generating function becomes more and more difficult as the order of the moment increases. അതായത് ഇപ്പൊ നമ്മൾ mu1 മുതൽ mu4 വരെയുള്ള 4 സെൻട്രൽ മൊമെന്റ്സ് കാണാനായിട്ട് നമ്മൾ പഠിച്ചു അല്ലേ. അതേസമയം അതിൽ കൂടുതൽ സെൻട്രൽ മൊമെന്റ്സ് നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ ഡയറക്റ്റ് മെത്തേഡും പോസിബിൾ ആയിരിക്കത്തില്ല, അതുപോലെ മൊമെന്റ് ജനറേറ്റിംഗ് ഫംഗ്ഷനിൽ നിന്നും കണ്ടുപിടിക്കുന്ന മെത്തേഡും പോസിബിൾ അല്ല. അങ്ങനെയുള്ള സിറ്റുവേഷനകത്ത് നമ്മൾ ഏത് റിലേഷൻ അപ്ലൈ ചെയ്യുന്നു? റെക്കറന്റ് റിലേഷൻ അപ്ലൈ ചെയ്തിട്ട് സെൻട്രൽ മൊമെന്റ്സ് കണ്ടുപിടിക്കുന്നു. ആ റിലേഷനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ അത് എക്സാമിന് ചോദിക്കാം. റെക്കറന്റ് റിലേഷൻ ഓഫ് സെൻട്രൽ മൊമെന്റ്സ് ഫോർ ദ പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ ഡിറൈവ് ചെയ്യാനായിട്ട് ചോദിക്കാം. ഓക്കെ, നോക്കിയട്ടെ. അപ്പൊ റെക്കറന്റ് റിലേഷൻ നമ്മൾ എഴുതുന്നത് എങ്ങനെയാണ്? μr equal to summation x equal to 0 to infinity x minus lambda raised to r into lambda raised to x into e raised to minus lambda by x factorial. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യുന്ന ഇതിന്റെ ഡെറിവേറ്റീവ് നമ്മൾ വിത്ത് റെസ്പെക്ട് ടു ലാംഡയിൽ കാണുന്നു. ഓക്കെ, എങ്ങനെയാണ് അതിന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ലാംഡയിൽ കാണുന്നത് നോക്കിയാട്ടെ. μr എന്ന് പറഞ്ഞ സമ്മേഷൻ x equal to 0 to infinity ആണ്. സമ്മേഷൻ x equal to 0 to infinity ബ്രാക്കറ്റിൽ x minus lambda raised to r into lambda raised to x into e raised to minus lambda by x factorial ആണ്. x minus lambda raised to r ആണ് ഇത്. x minus lambda raised to r into lambda raised to x into e raised to minus lambda by x factorial. അപ്പൊ നമുക്ക് mu r ന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ലാംഡയിൽ കാണാനുമായിട്ട് പോകുന്നു. ഓക്കെ, അപ്പൊ mu r ന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ലാംഡയിൽ കാണാൻ ഇതാണ്. ഈ പ്രോഡക്റ്റിനകത്ത് ഇതൊരു പ്രോഡക്റ്റ് ആണ്, 3 ടേമിന്റെ പ്രോഡക്റ്റ് അല്ലേ. അപ്പൊ അതിനകത്ത് എല്ലാത്തിനകത്തും ആരുണ്ട്? ലാംഡ ഉണ്ട്. അപ്പൊ ഇതിന്റെ പ്രോഡക്റ്റ് കാണാൻ വേണ്ടി നമ്മൾ സമ്മേഷൻ റൂളാണ് അപ്ലൈ ചെയ്യുന്നത്. 2 ടേമിന്റെ പ്രോഡക്റ്റ് കാണാനുള്ള സമ്മേഷൻ നമുക്കറിയാം. ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്. അതേ കൺസെപ്റ്റ് ആണ് ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. ആദ്യം നമ്മൾ ഫസ്റ്റ് ടേമിന്റെ ഡെറിവേറ്റീവ് എടുക്കുന്നത്. ഫസ്റ്റ് ടേം x മൈനസ് ലാംഡ റൈസ് ടു r അല്ലേ. വിത്ത് റെസ്പെക്ട് ടു ലാംഡയിൽ എടുക്കുമ്പോൾ ലാംഡ ഇൻറ്റു x മൈനസ് ലാംഡ റൈസ് ടു r മൈനസ് 1. ചെയിൻ റൂൾ അനുസരിച്ച് ഇൻറ്റു ആരുടെ ഡെറിവേറ്റീവ് എഴുതണം? x മൈനസ് ലാംഡയുടെ ഡെറിവേറ്റീവ്. എക്സിന്റെ ഡെറിവേറ്റീവ് 0 മൈനസ് ലാംഡയുടെ ഡെറിവേറ്റീവ് 1. അപ്പൊ ഫസ്റ്റ് ടേമിന്റെ മാത്രം ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ ബാക്കിയുള്ള 2 ടേമിനെ ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ലാംഡ റൈസ് ടു x ഇൻറ്റു e raised to minus lambda by x factorial. ഫസ്റ്റ് ടേമിന്റെ ഡെറിവേറ്റീവ് ഇൻറ്റു സെക്കൻഡ് ഇൻറ്റു തേർഡ് എഴുതി. ഇനി നമ്മൾ എന്ത് ചെയ്യണം? സെക്കൻഡ് ടേമിന്റെ ഡെറിവേറ്റീവ് ആണ് എഴുതുന്നത്. അപ്പൊ സെക്കൻഡ് ടേമിന്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ ഡെറിവേറ്റീവ് എഴുതുമ്പോൾ ഫസ്റ്റ് ടേമിനെ നമ്മൾ അതേപോലെ നിർത്തുന്നു. x മൈനസ് ലാംഡ റൈസ് ടു r അതേപോലെ നിർത്തുന്നു. ഫസ്റ്റ് ടേം ലാംഡ റൈസ് ടു x, അതിന്റെ ഡെറിവേറ്റീവ് നമുക്ക് x ഇൻറ്റു ലാംഡ റൈസ് ടു x മൈനസ് 1 എന്ന് കൊടുക്കാം. തേർഡ് ടേമിനെ അതേപോലെ തന്നെ എഴുതുന്നു. e റൈസ് ടു മൈനസ് ലാംഡ ബൈ x ഫാക്ടോറിയൽ എഴുതി. ഓക്കെ, അപ്പം ഇവിടെ ഫസ്റ്റ് ടേമിന്റെ ഡെറിവേറ്റീവ് എഴുതി, സെക്കൻഡും തേർഡും അതേപോലെ എഴുതി. ഇവിടെ സെക്കൻഡ് ടേമിന്റെ ഡെറിവേറ്റീവ് എഴുതി, ഫസ്റ്റും തേർഡും അതേപോലെ എഴുതി. ഇനി എന്ത് ചെയ്യണം? ഫസ്റ്റും സെക്കൻഡ് ടേമും അതേപോലെ എഴുതിയിട്ട് തേർഡ് ടേമിന്റെ ഡെറിവേറ്റീവ് x മൈനസ് ലാംഡ റൈസ് ടു r ഇൻറ്റു ലാംഡ റൈസ് ടു x ബൈ x ഫാക്ടോറിയൽ ഡെറിവേറ്റീവിനെ അഫക്ട് ചെയ്ത് അവിടെ താഴെ കൊടുത്തു. e റൈസ് ടു മൈനസ് ലാംഡയുടെ ഡെറിവേറ്റീവ് എന്താണ്? e റൈസ് ടു മൈനസ് ലാംഡ ഇൻറ്റു ചെയിൻ റൂൾ അനുസരിച്ച് മൈനസ് ലാംഡയുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ലാംഡയിൽ എത്ര വരും? -1 വരും. ചെയിൻ റൂൾ അറിയാമല്ലോ. നമ്മൾ മെയിൻ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് എഴുതിയിട്ട് അതേപോലെ എഴുതി അകത്തെ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. e റൈസ് ടു മൈനസ് ലാംഡയുടെ ഡെറിവേറ്റീവ് എഴുതുമ്പോൾ e റൈസ് ടു എക്സിന്റെ ഡെറിവേറ്റീവ് നമ്മൾ e റൈസ് ടു എക്സ് ആണെന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതേ രീതിയിൽ e റൈസ് ടു മൈനസ് ലാംഡയുടെ ഡെറിവേറ്റീവ് e റൈസ് ടു മൈനസ് ലാംഡ കൊടുത്തിട്ട് നമുക്കിവിടെ എക്സിന്റെ സ്ഥാനത്ത് മൈനസ് ലാംഡ വന്നതുകൊണ്ട് മൈനസ് ലാംഡയുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ലാംഡ -1 എന്ന് എഴുതി. ഓക്കെ, അതേപോലെയാണ് ഈ x മൈനസ് ലാംഡ റൈസ് ടു r പറയുന്നത്. നമ്മൾ x റൈസ് ടു n-ന്റെ ഡെറിവേറ്റീവ് n ഇൻറ്റു x റൈസ് ടു n മൈനസ് 1 എന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പം അതേ രീതിയിൽ x മൈനസ് ലാംഡ റൈസ് ടു n-ന്റെ ഡെറിവേറ്റീവ് എന്ത് വരും? n ഇൻറ്റു x മൈനസ് ലാംഡ റൈസ് ടു n മൈനസ് 1 വരും. അപ്പം എക്സിന്റെ സ്ഥാനത്ത് വന്നേക്കുന്നത് x മൈനസ് ലാംഡ ആണ്. അപ്പം ഇൻറ്റു എന്ത് ചെയ്യണം? x മൈനസ് ലാംഡയുടെ ഡെറിവേറ്റീവ്, എക്സിന്റെ ഡെറിവേറ്റീവ് 0 മൈനസ് ലാംഡയുടെ ഡെറിവേറ്റീവ് 1 കൊടുത്തു. അതാണ് ഈ ഒരു സ്റ്റെപ്പ് വന്നത്. ഓക്കെ,
ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ ഈ ബ്രാക്കറ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ എന്ത് വരും? സമ്മേഷൻ എക്സ് ഈക്വൽ ടു 0 to ഇൻഫിനിറ്റി. ഇവിടെ 0 - 1 -1 ആണ്. അപ്പൊ ഇവിടെ ഒരു -6 വരും. ഓക്കെ, ആ -6 ഇൻറ്റു അതിന്റെ ബ്രാക്കറ്റിൽ x മൈനസ് ലാംഡ റൈസ് ടു r - 1 ഇൻറ്റു ലാംഡ റൈസ് ടു എക്സ് ഇൻറ്റു ഇ റൈസ് ടു മൈനസ് ലാംഡ ബൈ എക്സ് ഫാക്ടോറിയൽ വരും. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത ടേം എന്താ? ഇത് രണ്ടെണ്ണം അല്ലേ. പിന്നെ വരുന്ന ഈ രണ്ട് ടേമിനെ നമുക്ക് ടേംസ് കോമൺ എടുക്കാം. ഈ രണ്ട് ടേമിനകത്ത് ഈ ഫസ്റ്റും സെക്കൻഡും തേർഡ് നോക്കിയാല് ആ രണ്ട് ടേമിനെ നമുക്കൊരു എക്സ് മൈനസ് ലാംഡ റൈസ് ടു r കോമൺ എടുക്കാം. ഓക്കെ, പിന്നെ ഇവിടെ ലാംഡ റൈസ് ടു എക്സ് മൈനസ് 1 അല്ലേ കിടക്കുന്നത്. ലാംഡ റൈസ് ടു എക്സ് മൈനസ് 1 എന്ന് പറഞ്ഞാൽ ലാംഡ റൈസ് ടു എക്സ് ഇൻറ്റു ലാംഡ റൈസ് ടു -1 ആണ്. അപ്പം സെക്കൻഡും തേർഡും ടേമിനെ നമുക്ക് ഏത് കോമൺ എടുക്കാം? ലാംഡ റൈസ് ടു എക്സ് കോമൺ എടുക്കാം. ഓക്കെ ആണല്ലോ. സെക്കൻഡ് ടേമിലും ലാംഡ റൈസ് ടു എക്സ് ഉണ്ട്. ഇവിടെ നോക്കിയാൽ ലാംഡ റൈസ് ടു എക്സ് ഇൻറ്റു ലാംഡ റൈസ് ടു -1 ആണ് വരുന്നത്. അപ്പം ഇവിടെയും ഉണ്ട് ഇവിടെയുണ്ട് ലാംഡ റൈസ് ടു എക്സ് കോമൺ എടുത്തു. പിന്നെ രണ്ടിടത്തും കോമൺ എടുക്കാനുള്ള ആരാ? ദാ ഇ റൈസ് ടു മൈനസ് ലാംഡ ഉണ്ട്. ആ ഇ റൈസ് ടു മൈനസ് ലാംഡയും കോമൺ എടുത്തു. അപ്പൊ ഇത്രയും ടൈം കോമൺ എടുത്തു കഴിഞ്ഞാൽ ബാക്കി എന്തുണ്ട്? എക്സ് മൈനസ് ലാംഡ റൈസ് ടു r കോമണി വന്നു, എക്സ് കോമണി വന്നിട്ടില്ല. അപ്പൊ ഇവിടെ എന്ത് എഴുതി? ബ്രാക്കറ്റിൽ എക്സ് എഴുതി. ലാംഡ റൈസ് ടു എക്സ് മൈനസ് 1 ലാംഡ റൈസ് ടു എക്സ് കോമണി വന്നു, ലാംഡ റൈസ് ടു -1 വന്നില്ല. ഓക്കെ, അത് എഴുതി. ബാക്കി ഇ റൈസ് ടു മൈനസ് ലാംഡ കോമൺ ആയിട്ട് എഴുതിയിട്ടുണ്ട്, ബൈ എക്സ് ഫാക്ടോറിയൽ കോമൺ ആയിട്ട് വന്നു. ഓക്കെ, ഇനി അടുത്ത ടൈം നോക്കേ. എക്സ് മൈനസ് ലാംഡ റൈസ് ടു r ഉണ്ട്, ലാംഡ റൈസ് ടു എക്സ്, ഇ റൈസ് ടു മൈനസ് ലാംഡ ബൈ എക്സ് ഫാക്ടോറിയൽ. അതിനകത്ത് കോമണി വരാത്ത ഒരു -1 ഉള്ളൂ, അത് അതേപോലെ എഴുതി. ഓക്കെ ആണല്ലോ. അപ്പൊ ഫസ്റ്റ് ടൈമിനെ നമ്മൾ ഇങ്ങനെ അറേഞ്ച് ചെയ്തു, സെക്കൻഡും തേർഡും ടൈമിന് കോമൺ എടുത്ത് ഈ ഒരു സ്റ്റെപ്പ് വന്നു. ഓക്കെ, അപ്പൊ അടുത്ത സ്റ്റെപ്പ് എങ്ങനെ വരും? അടുത്ത സ്റ്റെപ്പിൽ ഇതാ ഈ -r എങ്കിൽ സമ്മേഷന്റെ പുറത്ത് എഴുതാം. അപ്പൊ -r ഇൻറ്റു സമ്മേഷൻ എക്സ് ഈക്വൽ ടു 0 to ഇൻഫിനിറ്റി വരും. എക്സ് മൈനസ് ലാംഡ റൈസ് ടു r -1 ഇൻറ്റു ലാംഡ റൈസ് ടു എക്സ് ഇൻറ്റു ഇ റൈസ് ടു മൈനസ് ലാംഡ ബൈ എക്സ് ഫാക്ടോറിയൽ ആദ്യത്തെ ടൈം. രണ്ടാമത്തെ ടൈമോ സമ്മേഷൻ സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കാമല്ലോ. സമ്മേഷൻ എക്സ് ഈക്വൽ ടു 0 to ഇൻഫിനിറ്റി എക്സ് മൈനസ് ലാംഡ റൈസ് ടു r ബൈ എക്സ് ഫാക്ടോറിയൽ ഇൻറ്റു ലാംഡ റൈസ് ടു എക്സ് ഇൻറ്റു ഇ റൈസ് ടു മൈനസ് ലാംഡ. ഈ ബ്രാക്കറ്റിനെ സ്പ്ലിറ്റ് ചെയ്യാൻ എങ്ങനെയാന്ന് നോക്കിയട്ടെ. ഈ ബ്രാക്കറ്റ് കിടക്കുന്നിട്ട് എക്സ് ഇൻറ്റു ലാംഡ റൈസ് ടു -1 1/λ എന്ന് എഴുതാം. പിന്നെ ഇതാ ഒരു -1 ഉണ്ട്, ശരിയാണോ? അപ്പം ഇതെന്ന് പറയുന്നത് എന്തായിരിക്കും? എക്സ് ബൈ ലാംഡ -1 ആണ്. ലാംഡ എൽസിയം എടുക്കാമല്ലോ. ലാംഡ എൽസിയം എടുത്താൽ എക്സ് മൈനസ് ലാംഡ ബൈ ലാംഡ എന്ന് വരും. അപ്പൊ ഈ ബ്രാക്കറ്റ് കിടക്കുന്ന ടേമിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? എക്സ് മൈനസ് ലാംഡ ബൈ ലാംഡ എന്ന് കൊടുക്കാം. ഓക്കെ ആണോ? എക്സ് മൈനസ് ലാംഡ ബൈ ലാംഡ വരും. ഓക്കെ അല്ലേ? എക്സ് മൈനസ് ലാംഡ ബൈ ലാംഡ വരും. ഇനി അടുത്ത സ്റ്റെപ്പിൽ നോക്കിയേ. ഇത് എക്സ് മൈനസ് ലാംഡ ബൈ ലാംഡ. അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? എക്സ് മൈനസ് ലാംഡ ഡിവൈഡഡ് ബൈ ലാംഡ എന്നാക്കാം. ഓക്കെ, അപ്പൊ അങ്ങനെയാകുമ്പോൾ പിന്നെ ഈ സ്റ്റേം വേണ്ട, ഇങ്ങനെ അങ്ങ് എഴുതിയാൽ മതി. അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ ഒരു എക്സ് മൈനസ് ലാംഡ റൈസ് ടു r ഉണ്ട്, ഇവിടെ ഒരു എക്സ് മൈനസ് ലാംഡ ഇല്ലേ. അപ്പം ഇതിന്റെ രണ്ടിനെയും ബേസ് എക്സ് മൈനസ് ലാംഡയാണ്. പവർ r 1 കൂട്ടുമ്പോൾ എത്ര വരും? r+1 വരും. ശരിയാണോ? അപ്പം ആദ്യത്തെ ടേമിനെ മാറ്റമില്ല. അടുത്ത ടേം എങ്ങനെ മാറുമെന്ന് നോക്കിയാട്ടെ. that is equal to -r into summation x equal to 0 to infinity x minus lambda raised to r minus 1 into lambda raised to x into e raised to minus lambda by x factorial വരും. ഓക്കെ, പ്ലസ് അടുത്ത ടേമിനെ അറേഞ്ച് ചെയ്യുമ്പോൾ ഇതാ നോക്കിയട്ടെ. ഈ ടേമിനകത്ത് ഒരു 1/λ ഇല്ലേ, അതിനെ ഇനി സമ്മേഷന്റെ പുറത്ത് എഴുതുന്നു. ഓക്കെ, അപ്പൊ പ്ലസ് 1/λ ഇൻറ്റു സമ്മേഷൻ എക്സ് ഈക്വൽ ടു 0 to ഇൻഫിനിറ്റി എക്സ് മൈനസ് ലാംഡ റേസ് ടു r+1 വരും. എക്സ് മൈനസ് ലാംഡ റേസ് ടു r+1 ഇൻറ്റു ലാംഡ റേസ് ടു എക്സ് ഇൻറ്റു ഇ റേസ് ടു മൈനസ് ലാംഡ ഡിവൈഡഡ് ബൈ എക്സ് ഫാക്ടോറിയൽ വരും. ശരിയല്ലേ? രണ്ട് ടൈമും കിട്ടി. നമ്മൾ അതിനെ അറേഞ്ച് ചെയ്തേ ഉള്ളൂ. ഇനി നമുക്ക് നോക്കിയേ, നമ്മുടെ മ്യൂ r ഡാഷ് സമ്മേഷൻ എക്സ് മൈനസ് ലാംഡ റേസ് ടു r ഇൻറ്റു
ലാംഡ റൈസ് ടു എക്സ് ഇൻറ്റു ഇ റൈസ് ടു മൈനസ് ലാംഡ ബൈ എക്സ് ഫാക്ടോറിയൽ അല്ലേ. അപ്പം ആ റിസൾട്ട് പോലെ ഇതിനെ കമ്പയർ ചെയ്താൽ ഇവിടെ എന്തേ ഉള്ളൂ, ആറിന്റെ പ്ലേസിൽ r-1 വന്നേക്കുന്നുള്ളേ ഉള്ളൂ. അപ്പൊ ഇതിനെ എങ്ങനെ എഴുതാം, മൈനസ് ആർ ഇൻറ്റു മ്യൂ r-1 നോക്കി. അതേപോലെ ഈ സമ്മേഷൻ നോക്കിയാൽ ആറിന്റെ പ്ലേസിൽ ആരാ കിടക്കുന്നത്, r+1 ആണ്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം, 1/λ ഇൻറ്റു മ്യൂ r+1 എന്ന് കൊടുക്കാം. ഓക്കെ ആണോ? നമ്മൾ ഏതിന്റെ റിസൾട്ടാ കണ്ടുകൊണ്ടിരിക്കുന്നത്, ഡെറിവേറ്റീവ് ഓഫ് മ്യൂ ആർ വിത്ത് റെസ്പെക്ട് ടു ലാംഡയാണ് കണ്ടിരിക്കുന്നത്. അപ്പൊ ആ റിസൾട്ട് ഇതാ ഇങ്ങനെ കിട്ടി. ഓക്കെ, അപ്പം ഇതിൽ നിന്ന് നമുക്ക് ആരുടെ റിസൾട്ടാ വേണ്ടത്, ദാ മ്യൂ r+1ന്റെ റിസൾട്ട് വേണം. അതിന് ഈ ടേമിനെ ലെഫ്റ്റിലോട്ട് കൊണ്ടുവരാം. അപ്പൊ എങ്ങനെ വരും, അപ്പൊ റൈറ്റിൽ ആര് മാത്രമേ ഉള്ളൂ, റൈറ്റിൽ 1/λ ഇൻറ്റു മ്യൂ r+1 ആണ് റൈറ്റിലുള്ളത്. മറ്റേ ടേമിനെ എങ്ങനെയെങ്കിൽ ലെഫ്റ്റിൽ കൊണ്ടുവന്നാൽ ഡി മ്യൂ ആർ ബൈ ഡി ലാംഡ വരും. മൈനസ് ആർ ഇപ്പുറത്ത് പ്ലസ് ആർ വരും. പ്ലസ് ആർ ഇൻറ്റു മ്യൂ r-1 വരും. ഓക്കെ, ഇതിന് മ്യൂ r+1 കിട്ടാൻ എന്ത് ചെയ്യണം, ലാംഡ ഇങ്ങോട്ടേക്ക് ക്രോസ് ചെയ്താൽ മതി. അപ്പൊ മ്യൂ r+1 ഈക്വൽ ടു ലാംഡ ഇൻറ്റു ലാംഡയുടെ ബ്രാക്കറ്റിൽ ഡെറിവേറ്റീവ് ഓഫ് മ്യൂ ആർ ബൈ ഡി ലാംഡ പ്ലസ് ആർ ഇൻറ്റു മ്യൂ r-1 എന്ന് കിട്ടി. അപ്പൊ ഇവിടെ ഇതാണ് എന്തെന്ന് പറയുന്നത്, പോയിസോൺ ഡിസ്ട്രിബ്യൂഷന്റെ സെൻട്രൽ മൊമെന്റ്സ് കാണാനുള്ള റിലേഷൻ, റെക്കറന്റ് റിലേഷനിൽ ഡിറൈവ് ചെയ്തെടുത്തത്. വേണമെങ്കിൽ ഇവിടെ നിങ്ങൾ ആറിന് 0 കൊടുത്ത് നോക്കിയേ, പുട്ട് r is equal to 0. ആറിന് 0 കൊടുത്ത് ലെഫ്റ്റ് സൈഡ് എത്രയോ, μ1 ആവും. ഓക്കെ, ആറിന് 0 കൊടുത്ത് ലെഫ്റ്റ് സൈഡ് μ1 ആവും. റൈറ്റ് സൈഡ് എന്ത് വരും, r ഇൻറ്റു ബ്രാക്കറ്റ് ഡെറിവേറ്റീവ് ഓഫ് μ1 ബൈ ഡി ലാംഡ അല്ലെ. ഡെറിവേറ്റീവ് ഓഫ് μ1 ബൈ, അത് ഞാൻ അടുത്ത സ്റ്റെപ്പിൽ ചെയ്യുന്നുണ്ട്, അടുത്ത സ്റ്റെപ്പിൽ ചെയ്യുന്ന ഡെറിവേഷൻ ആയിട്ട് കാണിച്ചു തരാം. ഓക്കെ, അപ്പൊ ഇവിടെ വരെ ക്ലിയർ ആണല്ലോ. അപ്പൊ മ്യൂ r+1 വരെ കിട്ടി. മ്യൂ r+1 ഈക്വൽ ടു ലാംഡ അകത്തോട്ട് ഗുണിച്ചാൽ ലാംഡ ആർ ഇൻറ്റു മ്യൂ r-1 പ്ലസ് ലാംഡ ഇൻറ്റു ഡി മ്യൂ ആർ ബൈ ഡി ലാംഡ കിട്ടി. ഓക്കെ, അപ്പം ഇതാണ് സെൻട്രൽ മൊമെന്റ്സിന്റെ റിലേഷൻ. ഈ റിസൾട്ടിനകത്ത് നമ്മൾ ഇവിടെ ഓർക്കേണ്ട റിസൾട്ട് μ0യുടെ വില എല്ലായ്പ്പോഴും 1 ആണ്. അതേപോലെ μ1ന്റെ വില എല്ലായ്പ്പോഴും 0 ആയിരിക്കും. അത് ഡിറൈവ് ചെയ്യാതെ നമുക്ക് പഠിച്ചു വെക്കാവുന്ന രണ്ട് റിസൾട്ട് ആണ്. ഇനി μ2 മുതൽ അങ്ങോട്ട് μ2 μ3 മുതൽ അങ്ങോട്ടുള്ള സെൻട്രൽ മൊമെന്റ്സ് കിട്ടാൻ വേണ്ടിയിട്ട് ഈ കിട്ടിയ റിലേഷനകത്ത് ആറിന് ഏത് കൊടുത്താൽ മതി, ആറിന് 1 2 3 എക്സെട്ര ഇട്ട് കൊടുത്ത് നമുക്ക് അങ്ങോട്ടുള്ള μ2 μ3 എക്സെട്ര ഉള്ള റിസൾട്ടുകളെല്ലാം കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ ആറിന് എത്ര കൊടുത്താൽ മതി, ആറിന് 1 കൊടുത്തു. ആറിന് 1 കൊടുത്താൽ ലെഫ്റ്റ് സൈഡ് എത്രയോ, μ2 ആവും. ആറിന് 1 കൊടുത്താൽ ലെഫ്റ്റ് സൈഡ് μ2 ആവും. റൈറ്റ് സൈഡ് ആറിന് 1 കൊടുത്താൽ ഇത് ലാംഡയാവും, ഇത് 1 ആണ്. ആറിന് 1 കൊടുത്താൽ ലാംഡ ഇൻറ്റു μ0 വരും. പ്ലസ് ലാംഡ ഇൻറ്റു ആറിന് 1 കൊടുത്താൽ ഡെറിവേറ്റീവ് ഓഫ് μ2 ബൈ ഡി ലാംഡ വരും. ആറിന് 1 അല്ലേ കൊടുക്കുന്നത്, അപ്പൊ ഡെറിവേറ്റീവ് ഓഫ് μ1 ബൈ ഡി ലാംഡ വരും. ഓക്കെ, അപ്പൊ μ1 എത്ര, μ1 0 ആയതുകൊണ്ട് ഈ ടൈം അങ്ങ് 0 ആയിപ്പോ. അപ്പൊ ഈ ടൈം ഇല്ല, μ0 1 ആവും. ലാംഡ ഇൻറ്റു 1 ഈക്വൽ ടു ലാംഡ എന്ന് റിസൾട്ട് കിട്ടി. അപ്പൊ നമുക്ക് ആദ്യം μ2ന്റെ റിസൾട്ട് കിട്ടി. ഓക്കെ, ഇനി ആറിന് 2 കൊടുക്കുന്നു. ആറിന് 2 കൊടുക്കുമ്പോഴോ, ആറിന് 2 കൊടുത്താല് റൈറ്റ് സൈഡ് μ3 വരും. ഓക്കെ, ഇല്ല ലെഫ്റ്റ് സൈഡ്, റൈറ്റ് സൈഡോ ആറിന് 2 ആണ് കൊടുക്കുന്നത്. അപ്പൊ ലാംഡ ഇൻറ്റു 2 ഇൻറ്റു ആറിന് 2 കൊടുത്താൽ 2 - 1 μ1 വരും. പ്ലസ് ലാംഡ ഇൻറ്റു ആറിന് 2 കൊടുത്താൽ ഡെറിവേറ്റീവ് ഓഫ് μ2 വിത്ത് റെസ്പെക്ട് ടു ലാംഡ വരും. ഓക്കെ, μ2ന്റെ വാല്യൂ എത്ര, അല്ല μ1ന്റെ വാല്യൂ 0 ആവും. ഈ ടൈം അങ്ങ് 0 ആയിപ്പോ. പിന്നെ μ2 ലാംഡയാണ്, ലാംഡയുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ലാംഡയിൽ എടുക്കുമ്പോൾ ഇത് 1 ആവും. അപ്പൊ 1 ഇൻറ്റു ലാംഡ ഇസ് ഈക്വൽ ടു ലാംഡ μ3 കിട്ടി. മനസ്സിലായോ? ഇനി നമ്മൾ ആറിന് എത്ര കൊടുക്കാം, ആറിന് 3 കൊടുക്കാം. ആറിന് 3 കൊടുത്താൽ ലെഫ്റ്റ് സൈഡ് μ4 ആവും. റൈറ്റ് സൈഡോ ആറിന് 3 കൊടുത്താൽ ലാംഡ ഇൻറ്റു 3 ഇൻറ്റു ആറിന് 3 കൊടുത്താൽ ഇത് 3 - 1 2 μ2 വരും. പ്ലസ് ലാംഡ ഇൻറ്റു ആറിന് 3 കൊടുത്താൽ ഡെറിവേറ്റീവ് ഓഫ് μ3 വിത്ത് റെസ്പെക്ട് ടു ലാംഡ വരും. ഓക്കെ, അപ്പൊ μ2ന്റെ വില ഇവിടെ ലാംഡ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഓൾറെഡി 3 ലാംഡ ഉണ്ട്. ഇൻറ്റു ലാംഡ എത്ര വരും, 3 ലാംഡ സ്ക്വയർ വരും. പ്ലസ് μ3 എത്ര, ലാംഡയാണ്. ലാംഡയുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ലാംഡ എടുക്കും, ഇത് 1 ആവും. 1 ഇൻറ്റു ലാംഡ ലാംഡ വരും. അപ്പൊ μ4 ഇസ് ഈക്വൽ ടു 3 ലാംഡ സ്ക്വയർഡ് പ്ലസ് ലാംഡ കിട്ടും. ഇവിടെ സെക്കൻഡും തേർഡും സെൻട്രൽ മൊമെന്റ്സ് എന്താണ്, രണ്ടും ഈക്വൽ ടു ലാംഡയാണെന്ന് കിട്ടി. ഓക്കെ ആണല്ലോ. അപ്പൊ ഇതാണ് റെക്കറന്റ് റിലേഷന്റെ പ്രോപ്പർട്ടി. ക്ലിയർ ആയല്ലോ? ഓക്കെ, ചൂടുണ്ടോ നമുക്ക്?